ഉണ്ണി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് 2004 ഇറങ്ങി 8 നിലയിൽ പൊട്ടിയ ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്. ഈ സൂപ്പർ ഹീറോ പടത്തിൽ സ്പൈഡർമാൻ ആയിട്ടാണ് നമ്മുടെ ധനുഷണ്ണൻ അഭിനയിക്കുന്നത്. മറ്റുള്ള സ്പൈഡർമാനൊക്കെ വല വിട്ടാൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ധനുഷണ്ണൻ വിടുന്ന വലകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് മറ്റ് സ്പൈഡർമാനും ധനുഷണ്ണനുമായിട്ടുള്ള വ്യത്യാസം. ധനുഷണ്ണൻ വല വിട്ട് ടാറ്റസുമയുടെ മോളിൽ കൂടെ ചാടുന്ന രംഗങ്ങൾ വരെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയ്ക്ക് സുള്ളാൻ എന്ന് പേരിടുന്നതിനെ കാട്ടി എന്തുകൊണ്ടും നല്ലത് അലർച്ച ഇടുന്നവർ. കാരണം വർണ്ണവനും പോണവനും നായകനും വില്ലനും എല്ലാം വരും കിടന്ന അലർച്ചയാണ്. എന്നാൽ നമുക്ക് ഇനി സ്റ്റോറിയിലേക്ക് കിടക്കാം. തമിഴ്നാട്ടിലെ ഒരു തെറുപ്പൊറുക്കിയാണ് നമ്മുടെ ധനുഷണ്ണൻ. ധനുഷണ്ണന്റെ പേര് സുള്ളാൻ, ശരിക്കും പേര് സുബ്രമണി. നമ്മുടെ ധനുഷണ്ണന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എതിരാളി 10 അടി അടിച്ചു കഴിഞ്ഞാൽ ധനുഷണ്ണൻ ഒറ്റ അടി അടിക്കുള്ളൂ. ആ ഒറ്റ അടിയിൽ ലവൻ ബോധം കെട്ട് വീഴും. ഫൈറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പാട്ട് നിർബന്ധ. ധനുഷണ്ണന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോറി ഡ്രൈവറായ അച്ഛൻ, കെട്ടിക്കാൻ പ്രായമായ പെങ്ങൾ, വയസ്സായ അമ്മ, അങ്ങനെ ആകെ മൊത്തം ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലി. ഇത്രയൊക്കെ ദാരിദ്ര്യം ഉണ്ടായിട്ടും നമ്മൾ അണ്ണൻ ഒരു കൂസലുമില്ല, പഠിക്കുകയില്ല, നാട്ടുകാരുടെ മൊത്തം പ്രാക്കും മേടിച്ച തന്തയ്ക്ക് കൊടുക്കലാണ് അണ്ണന്റെ പണി. അടുത്തത് നമ്മുടെ നായികയുടെ ഇന്റർവ്യൂ ആണ്. നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ കരപ്പെരി ലൂസാണ്. പട്ടുപാവടയും ഡാവണിയും എടുത്തു വന്ന ഇവള് സീനിയേഴ്സ് റാഗ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ പട്ടുപാവടയും ഡാവണിയൊക്കെ വലിച്ചു കീറി റോട്ടിലൂടെ നടന്നു പോകും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നായിക ബസ്സിൽ കയറാൻ നേരത്ത് അവിടെ ലേഡി സീറ്റിൽ നമ്മുടെ ധനുഷണ്ണനെ ഇരിക്കുന്നു. അപ്പൊ തന്നെ ഇവള് ധനുഷണ്ണനെ ആട്ടും. ലേഡി സീറ്റിലാണ് അവിടെ കയറി ഇരിക്കണ കിഴങ്ങാന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് നമ്മുടെ DNN അവളുടെ മുന്നിൽ ഒരു ഹാൻഡിക്യാപ്പായിട്ട് അഭിനയിക്കും. ഇത് കണ്ട് മനസ്സിലവി തോന്നി അവള് അണ്ണൻ്റെ അടുത്ത് അവിടെ തന്നെ ഇരിക്കാൻ പറയും. എന്നിട്ട് അവളും കൂടെ ഇരിക്കും. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മുടെ DNN അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നുമല്ല. DNN സാഹചര്യം ചൂഷണം ചെയ്യും. വില്ലന്മാര് ചെയ്യേണ്ട പണിയൊക്കെയാണ് ഈ നാറി അവിടെ ബസ്സിലിരുന്ന് ചെയ്യണത്. ചെവി മാത്രമല്ലടാ, നീ മൊത്തം നാറിയ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ. അടുത്ത സീനിൽ തന്നെ വേറെ കുറച്ച് പൂവാലന്മാര് വന്നിട്ട് ഇവളെ ശല്യം ചെയ്യും. ഉടനെ നമ്മുടെ DNN ബൈക്ക് കൊടുത്ത് ഇവളെ രക്ഷിക്കാനായിട്ട് വരും. എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ, നീ ആ ബസ്സിൽ ഇരുന്ന് ആ പെണ്ണിനെ തടവി സൂച്ചവനടാ. എന്നിട്ട് അവന്മാര് വന്നിട്ട് നിന്റെ കണക്ക് തടവിയൊന്നുമില്ല, അവന്മാര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെന്നുള്ളൂ. അതിന് ഇവൻ വന്നിട്ട് ഇവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷിക്കണം. DNN രക്ഷിക്കല് കണ്ടിട്ട് നമ്മുടെ നായികക്ക് DNN പ്രേമം തോന്നുകയാണ്. ഇനി നമുക്ക് വില്ലനെ കുറിച്ച് സംസാരിക്കാം. വില്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പലിശപ്പെരുകാരനാണ്. നമ്മുടെ DNN പോലെ തന്നെ ഇദ്ദേഹത്തിനും അലറാനും പറക്കാനും ഉള്ള ശക്തിയൊക്കെ ഉണ്ട്. നമ്മുടെ വില്ലന്റെ പേരാണ് സൂരി. ഈ സൂര്യ അടുത്ത് നിന്ന് പലിശയ്ക്ക് കാശ് വാങ്ങിച്ച പോലീസുകാരനെ നടുറോട്ടി കുനിച്ചിർത്തി ഇടിക്കണ മിനിസ്റ്റർ കണ്ടാലും മിനിസ്റ്റർ ചോദിക്കാണ്ട് പോകും. കാരണം എന്താ, അത്രയ്ക്ക് പേടിയാണ് ഈ സൂര്യനെ. അങ്ങനെ ഇരിക്കെ DNNന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു അമ്മച്ചി പലിശക്കാരൻ സൂര്യയുടെ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങും. കാശ് കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അമ്മച്ചി ഒരു ദിവസം സൂരി അമ്മച്ചിനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ DNNന്റെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കും. അപ്പൊ DNNന്റെ മമ്മി പറയും, ഞാൻ സൂര്യയുടെ സംസാരിച്ച് നിനക്ക് അവധി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് സൂര്യണ്ണനുമായിട്ട് സംസാരിക്കാൻ അവിടെ ചെല്ലും. പലിശക്കാരൻ സൂര്യ DNNന്റെ മമ്മി അടുത്ത് പറയും, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, നിങ്ങൾ അതിൽ ഇടപെട്ട മാറി നിൽക്കാൻ പറയും. പക്ഷെ മമ്മി കേൾക്കില്ല. അവസാനം സാക്കിയിട്ട് നമ്മുടെ പലിശ സൂരി മമ്മീനെ പിടിച്ച് തള്ളിയിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാൻ നേരത്ത് നമ്മുടെ DNN ഇത് കാണും. ഇത് കണ്ട ഉടനെ നമ്മുടെ DNNന്റെ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് DNN 2ാം നിലയുടെ മോളിൽ നിന്ന് അലറിക്കൊണ്ട് ചാടും സൂര്യയുടെ മുഖത്തേക്ക്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്നിട്ട് DNN സൂര്യയുടെ കോളറി പിടിച്ചിട്ട് 2 മിനിറ്റോളം അലറും. ഈ 2 മിനിറ്റോളം നീണ്ട അലർച്ച കേട്ട് നമ്മുടെ പലിശക്കാരൻ സൂര്യയുടെ കിളി പോവും. പുള്ളി എന്നിട്ട് കരയും ചിരിക്കും, സ്വന്തം ഷർട്ട് വലിച്ചു കീറും. എന്നിട്ട് ധനുഷണ്ണന്റെ അടുത്ത് നോക്കി പറയും, നിന്നെ ഇതണക്ക് വലിച്ചു കീറൂടെന്ന് പറയും. അപ്പോഴാണ് ഇന്റർവെൽ. ധനുഷണ്ണൻ കോളറിന് കുത്തിപ്പിടിച്ച ദേഷ്യത്തില് നമ്മുടെ സൂരി വീട്ടിൽ ചെന്നിട്ട് ഊഞ്ഞാലാടി കളിക്കും. ഊഞ്ഞാലാടി കളിച്ചതിന് ശേഷം നമ്മുടെ പലിശ സൂരി കൂടുള്ള ശിങ്കിടികളുടെ അടുത്ത് പറയും, പോയി ധനുഷണ്ണനെ വെട്ടിയിട്ട് വരാൻ. അപ്പൊ തന്നെ ഇവന്മാര് തമിഴ്നാട്ടിലെ ഗുണ്ടകളുടെ ആസ്ഥാന വാഹനമായ ടാറ്റ സുമോ എടുത്തോണ്ട് ധനുഷണ്ണനെ കൊല്ലാൻ പോകും. ധനുഷണ്ണന്റെ സ്പൈഡർ സെൻസ് വീണ്ടും ആക്ടിവേറ്റ് ആവും. സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആയ നമ്മുടെ DNN നേരെ വല എറിഞ്ഞ് ടാറ്റ സുമോയുടെ മോളിൽ കൂടെ ഒക്കെ പറക്കും. എന്നിട്ട് ഗുണ്ടകളെയൊക്കെ ചാടി പറന്ന് ഇടിക്കും. DNNനെ അടിക്കാൻ വിട്ട ഗുണ്ടകള് DNNന്റെ തന്നെ അടി വാങ്ങിച്ചു വരുന്ന കണ്ട നമ്മുടെ സൂരി നേരെ DNNന്റെ കോളേജിലേക്ക് പോകും DNN ഇടിക്കാനായിട്ട്. അങ്ങനെ ധനുഷണ്ണനെ അന്വേഷിച്ച് സൂരി കോളേജിലേക്ക് വരും. പക്ഷെ അവിടെ ധനുഷണ്ണൻ ഇല്ല. അപ്പോഴത്തേക്ക് ധനുഷണ്ണന്റെ സീനിയർ ഒരുത്തം വന്നിട്ട് വൻ ഷോ ഇടും. എന്നിട്ട് പലിശക്കാരനും ധനുഷണ്ണന്റെ സീനിയറും കൂടെ തമ്മിൽ അവിടെ അലറി കളിക്കും. ഇവിടെ പടത്തിൽ ഒരുത്തൻ അലറിയ കുഴപ്പമില്ല, ഇത് വർണ്ണവനും പോണവനും നിക്കണവനും ഒക്കെ അലർച്ചയാണല്ലോ. ഈ സീനിയർ കുണാപ്പന്റെ അലർച്ച കണ്ടിട്ട് എനിക്ക് തന്നെ അവനെ കൊല്ലം തോന്നുന്നു. അപ്പൊ സൂര്യ അവനെ വെറുതെ വിടും, അവന്റെ കഴുത്തിൽ ഒരു കോടങ്ങിടും. അങ്ങനെ സീനിയർ പടവായി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. സീനിയർ പടവായ തെറിഞ്ഞ നമ്മുടെ ധനുഷണ്ണൻ സീനിയറിന്റെ ഡെഡ് ബോഡി കൊണ്ട് റോട്ടിലിട്ടിട്ട് ഇനി സൂര്യ ഇങ്ങോട്ട് വരാണ്ട്
ഒരു അടി പോലും ഈ ഡെഡ് ബോഡി അനക്കൂല എന്ന് പറയും. അത് വേറൊന്നുമല്ല, സൂര്യ വന്നാലേ സൂര്യനെ വെട്ടിക്കൊല്ലാൻ പറ്റുള്ളൂ. ഇയാൾ ഇത്ര വലിയ കൊണയാണെങ്കിൽ ഈ സൂര്യയുടെ വീട് എല്ലാവർക്കും അറിയില്ല. ഇയാൾ നേരെ സൂര്യയുടെ വീട്ടിൽ നിന്ന് അവനെ വെട്ടിയാ പോരെ. ഇത് ചുമ്മാ ഇതവൻ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഷോ ഇടുന്നത്. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് വിപിൻ, അവര് ഇതിനൊക്കെയാണ് പെണ്ണുങ്ങളെ കണ്ട അപ്പ ഷോ ഇടും. അപ്പൊ അവിടേക്ക് ഒരു പോലീസുകാരൻ വരും. എന്നിട്ട് ചോദിക്കും ആരുടെ ഡെഡ് ബോഡി ഒക്കെ നട റോട്ടിലിട്ട് സമരം ചെയ്യണേന്ന്. അപ്പൊ ധനുഷണ്ണൻ പോലീസുകാരൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും, പിന്നെ ശവത്തിനെ ശവമെന്നല്ലാണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ എന്ന് വിളിക്കണം. ഇവൻ ഏതറാ? അങ്ങനെ സ്റ്റുഡൻസിന്റെ ഡെഡ് ബോഡി സമരം കാരണം നമ്മുടെ പലിശക്കാരൻ സൂര്യനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തിട്ട് നേരെ ഡെഡ് ബോഡി സമരക്കാരുടെ മുന്നിൽ കൊണ്ടുവരും. സൂര്യനെ കണ്ട ഉടനെ ധനുഷണ്ണൻ വീണ്ടും പെണ്ണുങ്ങളുടെ മുമ്പിൽ ഷോ ഇടും. ധനുഷണ്ണന്റെ ഷോ കണ്ട കമ്മീഷണർ പറയും, ഇനി നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാൽ നിന്നെയും പിടിച്ചകത്തിടും പറയും. ഇത് കേട്ട ഉടനെ നമ്മുടെ ധനുഷണ്ണൻ നൈസായിട്ട് സ്ഥലം വിടും. പലിശക്കാരൻ സൂര്യ അകത്തായ ദേഷ്യത്തില് പലിശക്കാരന്റെ ശിങ്കടികളെല്ലാം ചേർന്ന് ധനുഷണ്ണന്റെ അച്ഛനെ കൊല്ലും. എടാ മോനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മോനെ കൊല്ലടാ, അല്ലാണ്ട് തന്തയെ കൊല്ലാൻ നടക്കരുത്. ആ പാവപ്പെട്ട മനുഷ്യൻ കണ്ടെടുത്ത് ജോലിയും ചെയ്ത് കടവും വാങ്ങിച്ച് ഇവനെ പഠിപ്പിച്ചതിനുള്ള കൂലി അയാൾക്ക് കിട്ടി. എന്നിട്ട് ഡാഡി പടവായതറിഞ്ഞ് നമ്മുടെ ധനുഷണൻ അവിടെ വന്നിട്ട് അന്യായ സെന്റിമെന്റും കരച്ചിലും. എടാ നീ ആദ്യം ആ മനുഷ്യൻ ജീവിച്ചിരുന്ന അയാൾക്ക് മര്യാദയ്ക്ക് സമാധാനം കൊടുക്കണമായിരുന്നു. കണ്ടെടുത്തൊക്കെ പോയി അടി ഉണ്ടാക്കി അവിടെയൊക്കെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ മനുഷ്യനെ കൊന്നപ്പോ നിനക്ക് സമാധാനം ഇല്ലടാ ബ്ലാഡി ഫൂൾ. അങ്ങനെ നമ്മുടെ ധനുഷണൻ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് അവിടെ ഒരു ബാറ് കയറി വെള്ളമൊക്കെ അടിച്ചിട്ട് അവിടുത്തെ ആൾക്കാർ കാശ് വയ്ക്കുമ്പോഴത്തേക്ക് ആ ബാറ് തന്നെ അടിച്ച് നശിപ്പിക്കും. അങ്ങനെ ധനുഷണ്ണൻ ഈ അലമ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് ധനുഷണ്ണനെ അറസ്റ്റ് ചെയ്യും. എന്നടേ അവൻ ഇന്നും തിരുന്തല മാമ. ഈ ബാറൊക്കെ അടിച്ചു പൊളിച്ചത് നമ്മുടെ ധനുഷണ്ണന്റെ പ്ലാൻ ആയിരുന്നു. എന്നാലല്ലേ സൂര്യനെ കൊല്ലാനായിട്ട് ജയിലിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ജയിലിൽ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ കണ്ടുമുട്ടും. സൂര്യനെ കണ്ടുടനെ നമ്മുടെ ധനുഷണ്ണന്റെ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് പുള്ളി വീണ്ടും വലയിട്ട് പറക്കും. ധനുഷണ്ണൻ മാത്രമല്ല പലിശക്കാരനും പറക്കൂട്ടാ. തല്ലുണ്ടാക്കുന്നത് ഇവന്മാർ രണ്ടുപേരാണ്. എന്നിട്ട് ഇവന്മാരെ പിടിച്ചു മാറ്റാണ്ട് വഴി കൂടെ നടന്നു പോണവന്മാരെയൊക്കെ പോലീസുകാരടിക്കും. എന്നിട്ട് ധനുഷണ്ണൻ പലിശക്കാരനെ സെല്ലിലിട്ട് പൂട്ടും. സെല്ലിലിട്ട് പൂട്ടുടനെ പോലീസുകാരൊക്കെ തുറക്കുന്ന പറഞ്ഞ ബഹളം ഉണ്ടാകും. ഈ മീശ കഴിവേറിനൊക്കെ ആരാണ് പോലീസ് എടുത്തത്? ഇവിടെ പൂട്ടൊന്നും ഇട്ട് പൂട്ടിയിട്ടില്ല, കൈ എത്തിച്ച് തുറക്കാവുന്ന കേസുള്ളൂ. അതിനാണ് തുറക്കുന്ന പറഞ്ഞ് പുറത്തിറന്ന് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ധനുഷണ്ണൻ സൂര്യയുടെ കാല് വലിച്ചേറി കൊല്ലും. ക്ലൈമാക്സിൽ നമ്മുടെ ധനുഷണ്ണനെ കോടതി കൊണ്ടുവരും കൊലക്കേസിന്. അവിടെ വെച്ച് നമ്മുടെ ധനുഷണ്ണന്റെ ചേച്ചി ധനുഷണ്ണന് കുറെ ഉപദേശങ്ങൾ കൊടുക്കും. നരസിംഹ ഇരങ്ങിയനെ കൊന്നത് കൊലനാ, നീ സെഞ്ചത് കൊല. അയ്യന്റെ മോനെ. ഈ പെണ്ണുമ്പോൾ എന്തൊക്കെ പറയുന്നത്? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ജഡ്ജിട്ട് എന്ന് പറ, പണ്ട് കൃഷ്ണൻ കംസനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കംസനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് എന്റെ അനിയനെ വെറുതെ വിടാൻ പറ. ബിൽഡപ്പ് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. എന്നിട്ട് ജഡ്ജി അവസാനം പറയും അവന് കുഴപ്പമൊന്നുമില്ല, അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നോളുന്നു. പിന്നെ ജഡ്ജി ഇവളുടെ അച്ഛനാണല്ല വെറുതെ വിടാനായിട്ട്. ധനുഷണ്ണൻ അതിന് മേലെ അവൻ എന്നെ അടിക്കാൻ വന്ന് ഞാൻ അവനെ തിരിച്ചടിച്ച്, അവൻ ചത്ത്. അതെങ്ങനെ കൊലപാതകം ആവണേന്നാണ് ധനുഷണ്ണൻ ചോദിക്കണത്. മിസ്റ്റർ, നിങ്ങൾ ഇപ്പൊ ചെയ്തതിനാണ് കൊലപാതകം എന്ന് പറയണത്. ഇവനെയൊക്കെ കൊണ്ട് അങ്ങനെ പടം കഴിഞ്ഞ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ പോകുന്നു. ബൈ ബൈ.